പ്രിയപ്പെട്ട പഠിതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് നല്ലൊരു എന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു PPT പ്രസൻറ്റേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളിപ്പോഴും നമ്മുടെ നോർമലായിട്ടുള്ള മാനുവലായിട്ട് ചെയ്യുന്ന PPT ആണോ പവർ പോയിന്റ് ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകേണ്ടതാണ്. ഇത്തരത്തിലുള്ള ക്യാൻവ അല്ലെങ്കിൽ ChatGPT പോലത്തെ വ്യത്യസ്ത തരത്തിലുള്ള AI ടൂറുകളുള്ള സമയത്ത് ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നെങ്കിൽ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെട്ടെന്ന് നല്ല ആക്യുറസിയോട് കൂടിയിട്ട് PPT തയ്യാറാക്കാനുള്ള ഒരു എയിമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചാനലിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതിൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു PPTക്ക് ആവശ്യമായിട്ടുള്ള ഒരു PDF ഇവിടെ എനിക്ക് സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണം. ഞാനൊരു PDF ഉണ്ട്, അഥവാ എൻ്റെ പേപ്പർ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അതിനുള്ള ചെറിയ ഇന്ന് ക്ലാസ് എടുക്കാനുള്ള ഒരു PPT ആണ് എനിക്ക് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ആണ് എൻ്റെ കയ്യിലുള്ളത്, അഥവാ ടോട്ടൽ 300ഓളം പേജ് വരുന്നൊരു PDF അല്ലെങ്കിൽ ബ്ലോക്ക് 1ൻ്റെ PDF ആണ് എൻ്റെ കയ്യിലുള്ളത്. അത് മൊത്തം ഇന്ന് എനിക്ക് എടുക്കണ്ട, അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി, PPT തയ്യാറാക്കിയാൽ മതി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ആ PDF ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അതിന് ഞാൻ I love PDF എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം I love PDF എടുക്കുന്നു. ഇതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. I love PDFൽ ഇതൊക്കെ നോക്കും. മെർജ് PDF, സ്പ്ലിറ്റ് PDF, കംപ്രസ് PDF. സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സൈസ് കുറക്കാനുള്ളതാണ്, കംപ്രസ് ചെയ്യാനുള്ളത്, PDF ടു വേർഡ് അല്ലേ. അതേപോലെ നേരെ ഓപ്പോസിറ്റ് പവർ പോയിന്റ്, ധാരാളം ഓപ്ഷൻസ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു പരിധി വരെ ഫ്രീ ആയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഞാൻ സ്പ്ലിറ്റ് PDF ആണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമായ PDF ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഏകദേശം ഇതിൽ 16 പേജ് ഉണ്ട്. ബ്ലോക്ക് 1 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ യൂണിറ്റ് 1. അപ്പോൾ ഇതിൽ തന്നെ 16 പേജ് വരുന്നുണ്ട്. എനിക്ക് അത്രയും വേണ്ട, ഞാനിവിടെ പേജിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്. എനിക്ക് വേണ്ടത് ഇവിടെ ഒരു 7-6 പേജ് മതി. റെഡിങ് നോക്കിയിട്ട് ഓക്കെ 6 പേജാണ് എന്ത് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത് താഴെ ഭാഗത്ത് സ്പ്ലിറ്റ് എന്ന് കൊടുക്കുന്നു. അത് സ്പ്ലിറ്റ് ചെയ്ത PDF നിങ്ങൾക്ക് വന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത PDF. പേജ് 1, പേജ് 2 ഇൻട്രൊഡക്ഷൻ
ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ AI ഇമേജസ്, ഇവിടെ AI ഇമേജ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ഒറിജിനൽ ഇമേജസ് ആൻഡ് ഗ്രാഫിക് വിത്ത് AI അല്ലേ. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതിനനുസരിച്ച് നല്ല ഉദാഹരണങ്ങൾ സഹിതമുള്ള ഒരു ഇമേജുകൾ AI ജനറേറ്റ് ചെയ്തു തരും. അല്ലെ വെബ് ഇമേജ് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല എല്ലാ കോപ്പിറൈറ്റ്സ് കണ്ടൊന്നും വരാത്ത രൂപത്തിൽ നമുക്ക് ഇമേജുകൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോസ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് സൈൻ ചെയ്യേണ്ടി വരും, അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. വെബ് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള വെബ്സൈറ്റിൽ നിന്ന് ഇമേജ് എടുത്തു തരും. AI ഇമേജൻസുകൾ, പിന്നെ ഇല്ലുസ്ട്രേഷൻസ് ആണ് വരുന്നത്. ഇങ്ങനെ കുറേ നോക്കും, ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിവിടെ AI ഇമേജസും എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വെബ് ഇമേജസും പറ്റും. വെബ് ഇമേജ് ആകുമ്പോൾ സാധാരണ ക്യാമറയിൽ പകർത്തിയ ഇമേജുകളായിരിക്കും കൂടുതൽ വരിക. ഇതാകുമ്പോൾ നമുക്കൊരു ഗ്രാഫിക്സ് മോഡൽ രൂപത്തിലുള്ള AI ഇമേജുകളാണ് വരിക. ഞാനിവിടെ വെബ് ഇമേജ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സെലക്ട് ചെയ്യുന്നത്, വെബ് ഇമേജ് എന്നുള്ളതാണ് കേട്ടോ. ദെൻ ഇമേജ് ലൈസൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡ് ലൈസൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അക്കൗണ്ടൊക്കെ ഇവിടെ ആഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. ദെൻ ഫോർമാറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ പ്രസൻറ്റേഷൻ ആണ് എടുത്തിട്ടുള്ളത്, അല്ലാതെ എന്തല്ല നമ്മുടെ വെബ് പേജ് അല്ല, ഡോക്യുമെൻ്റ് അല്ല, സോഷ്യൽ അല്ല കേട്ടോ. ദെൻ ഇത്രേ ഉള്ളൂ. ഇനി അഡീഷണൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇതിനോട് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറയും, ഇതിന് കൊടുക്കുക എന്നുള്ളതാണ്. അഥവാ ടിപ്സ് നോക്കും, എന്തെങ്കിലും പറയുന്നുണ്ട്, എന്തെങ്കിലും നമ്മുടെ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റൈലിഷ്, റിയലിസ്റ്റിക്, ഗുഡ് ഫോർ ഏത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണോ, കേരള സ്റ്റൈലിലാണോ, ഇന്റർനാഷണൽ സ്റ്റൈലിലാണോ, എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആ ഒരു പ്രോംപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കുക. ഈ പ്രോംപ്റ്റ് ഇവിടെ എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ChatGPT പോയിട്ട് പ്രോംപ്റ്റ് എടുത്ത് വന്നാലും മതി കേട്ടോ. താഴെ ഭാഗത്തേക്ക് നോക്കൂ. ഇനി താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 10 കാർഡിലായിട്ടാണ് നിലവിലുള്ളത്. അതായത് 10 കാർഡ് എന്ന് പറഞ്ഞാൽ 10 പേജസിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് 11ലേക്ക് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നിലവിൽ നമുക്ക് 10 കാർഡേ പറ്റുള്ളൂ. 10ലേക്ക് വേണമെങ്കിൽ കുറക്കാൻ പറ്റും, 2, 3, 4, 5, 6, 7, 8, 9 വരെ കുറക്കാൻ പറ്റും. 10ൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന് ഓരോ സ്കെയിലുണ്ട്. 10 to 20 വരെ ഒരു പ്രീമിയം, 20 to 30 വരെ വേറെ പ്രീമിയം. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് 10 വരെ ഉള്ളത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, PDF മാക്സിമം കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൽ ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ചെയ്തതുപോലെ യൂണിറ്റ് എന്ത് ചെയ്തു, ആ ബ്ലോക്ക് 1 മൊത്തം എനിക്കിതിൽ ആഡ് ചെയ്തു എന്നാൽ 10 കാർഡിൽ ഒതുങ്ങൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, യൂണിറ്റ് 1 മാത്രം ഫോക്കസ് ചെയ്തിട്ട് യൂണിറ്റ് 1ൻ്റെ പകുതി മാത്രം, ഒരു ദിവസത്തിന് ക്ലാസ് എടുക്കാനുള്ളത് മാത്രം ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 10 കാർഡിലേക്ക് വളരെ ധാരാളം ഉണ്ടായിരിക്കും. എന്നിട്ട് താഴെ ജനറേറ്റ് ഇതിലെന്തെങ്കിലും ഫോണ്ടിൻ്റെ മിസ്റ്റേക്കോ കളർ ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഇവിടെ വിഷ്വലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട്
യു.